സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്നും ആ കർത്താവ് കെട്ടുകളെ പൊട്ടിക്കുവാനും ബന്ധനങ്ങൾ അഴിക്കുവാനും രോഗ ആത്മാക്കളെ ഉടച്ചു മാറ്റുവാനും കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലനാകുന്ന പൗലോസിനെ അറിയാം. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യം നമുക്കറിയാം. പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. പക്ഷേ ഇവയുടെ നടുവിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ പുറത്തോട്ട് വന്നു, എങ്ങനെ മുന്നിലോട്ട് സഞ്ചരിച്ചു, അഥവാ എങ്ങനെ ദൈവിക ശുശ്രൂഷ ചെയ്തു. നമ്മൾ വചനം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ പറ്റും. അവിടെ അവൻ മെലിത്ത ദ്വീപിൽ കയറിയപ്പോൾ അവൻ വിറക് പറക്കി തീയിലിട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവൻ്റെ കയ്യിലൊരു അണലി ചുറ്റുവാനിട വന്നു. അവിടെ ഇരുന്ന ബർബർമാർ മറ്റു വ്യക്തികളും ചിന്തിച്ചു, ഇവൻ നഷ്ടപ്പെട്ടു പോകും, ഇവനെ കൊന്നുകളയും, ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ കൊല്ലാൻ ഭാവിക്കുന്നുണ്ടല്ലോ എന്ന് അവിടെ കൂടിയിരുന്ന സകലരും ചിന്തിച്ചു. പക്ഷേ കർത്താവിന് പൗലോസിനെ കുറിച്ചൊരു നിയോഗമുണ്ടായിരുന്നു, പൗലോസിനെ കുറിച്ചൊരു വിളി ഉണ്ടായിരുന്നു, പൗലോസിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കയ്യിൽ ചുറ്റിയ ആ അണലിയെ കുടഞ്ഞു തീയിലിട്ടതുപോലെ ഹല്ലേലൂയ, നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ, ഇതിനെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നേ നമ്മൾ അവിടെ ഒരു കൺവെൻഷൻ നടത്തുവാനിട വന്നു. ആ കൺവെൻഷൻ നടത്തിയ ആ ഭവനത്തിലുള്ള വ്യക്തി പറഞ്ഞത്, ഇതിനു മുന്നേ ഇവിടെ ആരാധന ഉണ്ടായിരുന്നു, വലിയ വലിയ ഒത്തിരി വ്യക്തികൾ അവിടെ കടന്നു വരുവാനിട വന്നു. പക്ഷേ ആ വസ്തു ആ പുള്ളിക്കാരൻ വിറ്റത് കൊണ്ട് ആ ചർച്ച് മതിൽ കൂടെ പോകുവാനിട വന്നു. ആ വസ്തു എൻ്റെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് ആ വിഷമം കാരണമാണ് ഞാൻ സഭ വിട്ടത്, ആ സഭ പിന്നെ നടത്താതായത് എന്ന് പറയുവാനിട വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും വെച്ചിട്ടുണ്ട്, പ്രശ്നവും വെച്ചിട്ടുണ്ട്, വേദന വെച്ചിട്ടുണ്ട്. ഇതിനെ അഭിമുഖീകരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, കർത്താവ് ഈ ഭൂമിയിൽ എന്തിനാ ഇറങ്ങി വന്നേ? നമ്മളെ നേരെയാക്കുവാൻ, നമുക്ക് വേണ്ടി മരിക്കുവാൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തുവാൻ, തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവന്നു. പക്ഷെ കർത്താവ് അതിനെ മാറ്റിവെച്ചില്ല, കർത്താവ് അത് ചെയ്യുവാൻ ഇടവന്നു. കാരണം നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് കർത്താവ് അത് നിവർത്തിക്കുവാൻ ഇടവന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ പറയും, അപ്പാ അങ്ങൊന്ന് മാറിയിരി, ഈ വേദന മാറിയിട്ട് ഞാൻ അങ്ങേ ആരാധിക്കാം. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ആ ബ്രദർ പറയുവാനിട വന്നു, ആ വേദന കാരണം ഞാൻ ഒരിക്കലും ആ വസ്തു വിൽക്കണമെന്നോ ആ സഭ വിൽക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചില്ല. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് പിന്നെ സഭ നടത്തുവാനുള്ള ആ പ്രേരണ പോയി എന്ന് പറയുവാനിട വന്നു. ഞാനപ്പോൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ ലോകത്തിലുള്ള ചിലത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ടതാകുന്നു ആണോ കർത്താവ് നൽകിയിരിക്കുന്ന ദൈവികമാകുന്ന വിളി, ദൈവികമാകുന്ന വിശുദ്ധി? ഹല്ലേലൂയ. ഒരിക്കലുമല്ല പ്രിയരെ. കർത്താവ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സമയം എഴുതി വെച്ചിട്ടുണ്ട്, ചീത്ത സമയം എഴുതി വെച്ചിട്ടുണ്ട്. ചീത്ത സമയത്തും നമ്മുടെ മുന്നിൽ വരുന്ന എന്ത് പ്രതിസന്ധിയായിരുന്നാലും അതിനെ കുടഞ്ഞു കളഞ്ഞ് പുതിയൊരു വ്യക്തിയായി മാറണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു വചനം കാണുവാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരമാ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട. പൗലോസിന്റെ ജീവിതം നോക്കിക്കേ. അവൻ്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല വ്യക്തികളും ചിന്തിച്ചു, ഇവൻ കൊലപാതകം ചെയ്ത വ്യക്തിയാ,
ഇവൻ കുറ്റം ചെയ്ത വ്യക്തിയാ, ഇവൻ പാപിയായ വ്യക്തിയാ. പക്ഷേ കർത്താവ് പൗലോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീ ഇപ്പം മരിച്ചു പോകും എന്ന വേദനയുടെ നടുവിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭ്രമിച്ചു പോകേണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഈ അന്ത്യനാളിൽ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു കാര്യം, നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രശ്നമില്ലാത്ത ആരാ ഇവിടെ ഇരിപ്പുള്ളത്? പ്രതിസന്ധി ഇല്ലാത്ത ആരാ ഇവിടെ ഇരിപ്പുള്ളത്? മറ്റ് പല വിഷയങ്ങളെ ചൊല്ലി കരയാത്ത വ്യക്തികൾ ആരാ ഇവിടെ ഇരിപ്പുള്ളത്? ആരുമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോഴും അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു പ്രിയ മകനാണോ, പ്രിയ മകളാണോ, അതിനെ ദൈവത്തിൻ്റെ തീയിൽ ഹല്ലേലൂയ എല്ലാം നശിപ്പിക്കുവാൻ കഴിവുള്ള, എല്ലാ ബന്ധനത്തെ ഉടയ്ക്കുവാൻ കഴിവുള്ള ആ തീയിൽ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു ഹല്ലേലൂയ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരണം. നമുക്ക് ഈ ലോകത്തിൽ നോക്കിയ ഏറ്റവും ഉദാഹരണമായി എടുക്കുവാൻ നോക്കിക്കഴിഞ്ഞാൽ യേശയ്യാപ്രവചന പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ പറ്റും, കഴുകനെ നമുക്ക് കാണുവാൻ പറ്റും. അവൻ്റെ സാഹചര്യം, അവനൊരു ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ ജനിച്ച് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ചില വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ്റെ തൂവലുകൾക്ക് വളരെ വെയിറ്റ് വയ്ക്കുവാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ നഖമൊക്കെയും വളരെ വലുതായിട്ട് അവന് ഹല്ലേലൂയ അവന് ഭക്ഷണം കണ്ടുപിടിക്കുവാനോ മത്സ്യം അതിനെ പിടിക്കുവാനോ അവന് ഹല്ലേലൂയ അതുകൊണ്ട് കൊക്കുകൊണ്ട് അതിനെ ഭക്ഷിക്കുവാനോ പറ്റാത്ത നിലവാരത്തിൽ അവൻ്റെ കൊക്കുകൾ വളരുവാനും അത് വളയുവാനും നഖം വളരുവാനും അത് വളയുവാനും ചിറകുകളിൽ തൂവലുകളിൽ വെയിറ്റ് വരുവാൻ ഇടവരും. പക്ഷേ അവന് അറിയാം, ഈ തൂവലുകളിൽ വെയിറ്റ് വന്നാലും ഹല്ലേലൂയ ഞാൻ ഒരു നാൾ ഒരു ഗുഹയിൽ പാർക്കേണ്ടതായിട്ടുണ്ട്. അല്ല, അവൻ്റെ ജീവിതത്തിൽ അത് മതി, ഈ ഒരു സ്വഭാവത്തിൽ ഈ വെയിറ്റുള്ള ചിറവോടെ പറന്നാൽ മതിയെന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ അവൻ നശിച്ചു പോകും, ആ പരുതി നശിച്ചു പോകും. പക്ഷേ അവൻ ചില സമയം കഴിയുമ്പോൾ അവൻ്റെ തൂവലുകൾക്ക് വെയിറ്റ് കൂടുന്ന സാഹചര്യത്തിൽ അവൻ ഏറ്റവും ഉയരമുള്ള ഒരു പാറപ്പുറത്ത് അതിൻ്റെ പിളർപ്പിൽ കയറും. സ്വന്തമായിട്ട് കൊക്കിനെ ഒടിക്കുവാൻ തുടങ്ങും. പാറയുടെ ഇടുക്കിലും പാറയിലൊക്കെ ഇട്ട് മുരച്ച് ഒത്തിരി വേദനിക്കുന്ന നിലവാരത്തിൽ അതിൻ്റെ ചുണ്ടുകൾ അതിനെ ഒടിച്ചു കളഞ്ഞ് അതിൻ്റെ നഖത്തെ ഒടിച്ചു കളഞ്ഞ് പിന്നെ അതിൻ്റെ ചിറകുകളെ അത് വലിച്ചു പിന്നുവാനിടവരും. ഒത്തിരി രക്തം വാർന്നു പോകും. ഹല്ലേലൂയ. അവിടെ കൂടെ നടക്കുന്ന മറ്റു പക്ഷികൾ ചിന്തിക്കും, ഇവൻ നശിച്ചു പോകും, അടുത്ത നാളിൽ ഇവനെ നമുക്ക് ഭക്ഷിക്കാമെന്ന് കരുതി അവൻ ചിന്തിക്കുമ്പോഴും അവൻ ഒളിച്ചിരിക്കും. ചില ഉഷ്ണ കാറ്റുകളും ശീതമാകുന്ന കാറ്റുകളും അതിനെ അടിക്കുമ്പോഴും അവൻ തളർന്നു പോകത്തില്ല. അവന് ഒരാഗ്രഹമുണ്ട്, ഇനി അടുത്തൊരു നീണ്ട 40 വർഷം, അടുത്ത നീണ്ടൊരു 50 വർഷം അധികം ബലമുള്ള തൂവലുമായിട്ട്, അധികം ബലമുള്ള ചുണ്ടുമായിട്ട്, അധികം ബലമുള്ള നഖവുമായിട്ട് പറന്നു പോകേണ്ടതാണ്. ഇര പിടിക്കേണ്ടതാണ്, ചിലതിനെ തകർക്കേണ്ടതാണ്, ചിലതിനെ ഉടയ്ക്കേണ്ടതാണെന്ന് അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ ശോധനയുടെ കാലഘട്ടത്തിലും അവൻ തളർന്നു പോകത്തില്ല. അവൻ അവിടെ ഇരിക്കുവാൻ തുടങ്ങും. ചില സമയങ്ങൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു തൂവലുകൾ അതിൻ്റെ ശരീരത്തിൽ വരുവാനും പുതിയ ചുണ്ടുകൾ, പുതിയ നഖം അതിന് വരുവാൻ ഇടവരും. പിന്നെ അതിൻ്റെ നീണ്ട വയസ്സ് വരെ, അവൻ്റെ മരണം വരെ അത് നിലനിൽക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ജനറേഷൻ, കഴിഞ്ഞ നിമിഷം, കഴിഞ്ഞ സെക്കൻഡും എന്താണെന്ന് കർത്താവ് നോക്കുന്നില്ല. ഈ സമയം നമുക്ക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ പറ്റുമെങ്കിൽ ചിലതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട്, ചിലതിനെ ഹല്ലേലൂയ ഊരിക്കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്നു കഴിഞ്ഞാൽ നീണ്ടൊരു വർഷം നമ്മളെ ഓട്ടിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ വചനം വായിച്ചു, ഹല്ലേലൂയ, ഞാൻ മരിച്ചാൽ മതി, ഞാൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ അവൻ പോയി ഇരിക്കുവാൻ ഇടവന്നു.
ഹല്ലേലൂയ. ഞാൻ ഇനി തകർന്നാ മതി പിതാവ്, ഇനി എന്തിനാ ജീവിക്കുന്നത്? ഞാൻ രാജ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവൾ എന്നെ നശിപ്പിച്ച് കളയും, അവരെന്നെ കൊന്നുകളയും. പക്ഷേ അവൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങിയിട്ട് പറഞ്ഞു, നിനക്കൊരു ഓട്ടമുണ്ട്. ഹല്ലേലൂയ. അവനോട് ഹല്ലേലൂയ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കുക, ഇത് പാനം ചെയ്യുക. പിന്നെ നീണ്ടൊരു നീളം നടത്തം അവൻ്റെ ജീവിതത്തിൽ വരുവാനിട വന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കണ്ട്, ഒറ്റപ്പെട്ട സാഹചര്യങ്ങളെ കണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളെ കണ്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, 4 ചുവരിന്റെ അകത്തിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, പ്രിയരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ 4 ചുവരുകളെ മാറ്റിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. അതേ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ കൂടെ കടത്തുവാൻ കർത്താവ് ശക്തനാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ അവൻ അതിനെ കണ്ട് ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. ഭയം ചില മനുഷ്യരെ നശിപ്പിക്കുന്നതാണ്. ചില മനുഷ്യരെ മരണത്തിലോട്ട് തള്ളിയിടുന്നതാണ് ഭയം എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുവാൻ പറ്റും. ഒരു പാമ്പ് ഒരു വ്യക്തിയെ കടിച്ചു കഴിഞ്ഞാൽ, സയന്റിഫിക്കായി നോക്കാമെങ്കിൽ, ഒരു വ്യക്തിയെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവൻ പാനിക്കാവാൻ തുടങ്ങും, അവൻ ഭയപ്പെട്ടു പോകുവാൻ തുടങ്ങും. ഭയപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷം എത്ര മാത്രം വേഗത്തിലാണ് അവൻ്റെ ശരീരത്തിൽ സ്പ്രെഡ് ആകും. ഒത്തിരി വേഗത്തിൽ അവൻ ഭയപ്പെടുമ്പോൾ അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും. രക്തത്തിൻ്റെ ആ ഒരു ഒഴുക്ക് കൂടി ഭയങ്കരമാകുന്ന വേഗത്തിൽ ആ വിഷം ശരീരത്തിൽ ഹല്ലേലൂയ സ്പ്രെഡ് ആകുവാൻ തുടങ്ങും, പടരുവാൻ തുടങ്ങും. പെട്ടെന്ന് അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരും. അതുപോലെയാണ് ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയം പിടിപെട്ട് കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ മതി. അബ്രഹാം അതാ ഏലിയാവും അതാ ചിന്തിച്ചത്, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ ഭയം വന്നപ്പോൾ അവൻ ചിന്തിച്ചു, മരിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മൾ പത്രോസിനെ നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടവന്നു. പത്രോസ് ഹല്ലേലൂയ ചിലരുടെ അടുക്കൽ പോയിരുന്നപ്പോൾ, നീ അവന്റെ കൂടെ നടന്നവനല്ലേ, നീ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവനല്ലേ? അവന്റെ ജീവിതത്തിൽ ഭയം വരുവാനിട വന്നു. ഭയം വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്ന നിലവാരത്തിൽ അവന്റെ ജീവിതം വരുവാനിട വന്നു. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഭയം കയറി കൂടുന്നത്, അവിടെ ഹല്ലേലൂയ നമ്മൾ നോക്കണം. ഭയം നമ്മുടെ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ ശത്രു അവിടെ ജയിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഭയത്തിൽ വീണു പോകും. ഭയം എപ്പോൾ ഉടയുമോ, കർത്താവ് എപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ജീവിക്കുവാൻ തുടങ്ങുമോ, വളരുവാൻ തുടങ്ങുമോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ 28-ാം അധ്യായം 4 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. വായിക്കാമോ? 28-ാം അധ്യായം അതിൻ്റെ 4 മുതൽ അങ്ങോട്ടുള്ള 2 വാക്യം. അവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ബർബരന്മാർ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അതിൻ്റെ പിന്നിലോട്ടൊന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ വ്യക്തികൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അവർക്കൊരു വിഗ്രഹമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ ആ പകുതിയോളം പൊക്കം വരുന്ന ഒരു വിഗ്രഹം. അവർ അതിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്, അതിനെയാണ് വണങ്ങിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, പിന്നെയും അവർക്കൊരു 6 വിഗ്രഹങ്ങളുണ്ട്. ടോട്ടൽ 7 വിഗ്രഹം. ആ വിഗ്രഹങ്ങളുടെ മുൻപാകെ ആ ദ്വീപിലുള്ള വ്യക്തികൾ, വളരെ ചെറിയൊരു ദ്വീപാണ്, ആ ദ്വീപിലുള്ള വ്യക്തികൾ വണങ്ങുകയും അതാണ് അവരുടെ ദൈവം, അതാണ് നീതി ദേവി എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ ആരാധിക്കുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട്, ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് പോയൊരു വ്യക്തി, അവൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റിയ സമയത്ത് അവർ ചിന്തിച്ചൊരു കാര്യം, ഇവനെ കൊന്നുകളയും, അതേ നീതി ദേവി അവനെ കൊല്ലാൻ പോകുന്നു എന്ന് ചിന്തിച്ചു. പക്ഷേ ആ നീതി ദേവിയുടെ തലയെ കർത്താവ് തകർക്കുവാനിട വന്നു. അവിടെ അണലി ആ വ്യക്തിയെ, പൗലോസിനെ കൊത്തി. പൗലോസ് മരിച്ചിരുന്നുവെങ്കിൽ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ നീതി ദേവിക്ക് ശക്തിയുണ്ട്, ഈ നീതി ദേവിയാണ് ചെയ്തത്, അവൻ പാപിയാണെന്ന് പറയുമായിരുന്നു. പക്ഷേ
ആ നീതി ദേവിയുടെ നെറുതലയെ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ കയ്യിൽ നിന്ന് കുടഞ്ഞ് തീയിലിട്ടപ്പോൾ അവർ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ നീതി ദേവിയൊന്നുമല്ല ഒറിജിനൽ ദൈവം, ഹല്ലേലൂയ പൗലോസ് ആരാധിക്കുന്നതാണ് സത്യദൈവമെന്ന് അവർ ചിന്തിക്കുവാനിട വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഏത് സാഹചര്യം, നേരത്തെ ഹല്ലേലൂയ അവൻ പ്രസംഗിക്കുമ്പോൾ പറയുവാനിട വന്നു, ഏത് സാഹചര്യത്തിലും പോകുമ്പോഴും ഏത് മേഖലയിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോഴും ആ മേഖലയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരായി കഴിഞ്ഞാൽ, കർത്താവിനെ സ്തുതിക്കുന്നവരായി കഴിഞ്ഞാൽ, കർത്താവിനെ മഹത്വം കരേറ്റുന്നവരായി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തി നമ്മളെ കണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടവരും. ഞാനൊരു സ്റ്റോറി പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോറിയല്ല, നടന്നൊരു കാര്യമാണ്. ഒത്തിരി നാൾ അമ്മ പറയുവാൻ ഇട വന്നു. ഒരു വ്യക്തി ഹല്ലേലൂയ കാറിൽ കൂടെ യാത്ര ചെയ്ത ഒരു ഫാമിലി, കർത്താവിനെ സുവിശേഷിക്കുന്ന ഒരു ഫാമിലി, ഭർത്താവും ഭാര്യയും രണ്ടുപേരും കൂടെ കാറിൽ യാത്ര ചെയ്യുവാൻ ഇട വന്നു. ഇടയിൽ വെച്ച് അവർ ലിഫ്റ്റ് ചോദിക്കുവാനിട വന്നു. ഒരു വ്യക്തി ലിഫ്റ്റ് ചോദിച്ച് അവരെ കാറിൽ കയറ്റുവാനിട വന്നു. കാറിൽ കയറ്റിയിട്ട് അവരോട് ആ പാസ്റ്ററും ആ ഭാര്യയും കർത്താവിൻ്റെ ശക്തമേറിയ വചനം വിളിച്ചു പറയുവാനിട വന്നു. ആ വ്യക്തി ഇങ്ങനെ തലയാട്ടി അത് കേൾക്കുവാനിട വന്നു, കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ആ പുള്ളിയുടെ ഇടുപ്പിലിരുന്ന ഗണ്ണെടുത്ത് രണ്ടുപേരുടെ തലയിൽ വെച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ കൊല്ലുവാൻ പോകുന്നു, ഈ കർത്താവിനെ തള്ളിപ്പറക എന്ന് പറയുവാനിട വന്നു. പക്ഷേ അവർ ഭയപ്പെട്ട് കർത്താവിനെ തള്ളി പറഞ്ഞു. എന്നിട്ട് ആ പുള്ളിക്കാരൻ ഗണ്ണ് മാറ്റിയിട്ട്, നിങ്ങൾ പറഞ്ഞ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഭയം ഒരു വ്യക്തിയെ കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയരെ, ഈ ലോകത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും അടുത്ത നിമിഷം എന്ത് നടക്കുന്നെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. ഈ സമയം നമ്മൾ വിട്ടുകൊടുക്കാമെങ്കിൽ, ഈ സമയം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമെങ്കിൽ അടുത്ത സമയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ പറ്റത്തില്ല, നമുക്ക് പറയുവാൻ പറ്റത്തില്ല. അടുത്ത നിമിഷം എനിക്ക് ജീവനോടെ നിൽക്കുവാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറയുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഈ നിമിഷം നമുക്ക് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇവിടെ ചിലതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് വിടുതൽ പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ നമ്മൾ വചനം വായിക്കുമ്പോൾ മത്തായി, മർക്കോസ് 4-ാം അധ്യായം, ഹല്ലേലൂയ 5-ാം അധ്യായം അങ്ങോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ആ അധ്യായം ഫുള്ള് വായിക്കുമ്പോൾ ഗദരദേശത്ത് കർത്താവ് പോകുവാൻ ഇട വന്നു. അവനെ കെട്ടിയിരുന്ന പാരമ്പര്യ കെട്ടുകളെ, വൈശാചിക ബന്ധനങ്ങളെ കർത്താവ് ഉടച്ചു മാറ്റുവാൻ ഇട വന്നു. അതിനുശേഷം അവൻ അവിടെ സ്വാതന്ത്ര്യം വന്നു. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ പറ്റും, രക്തസ്രാവം പിടിച്ച സ്ത്രീനെ നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ, കർത്താവ് അവിടെ അവളെ വിടുവിക്കുവാൻ ഇട വന്നു. മരിച്ചുപോയ മകളെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. കർത്താവ് അവിടെ വിടുവിക്കുവാൻ ഇട വന്നു. അതേ, എത്ര പാരമ്പര്യമായ വിഷയങ്ങളായിരുന്നാലും ഇന്നേ സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമെങ്കിൽ, ആ തീയിൽ കുടഞ്ഞു കളയുവാൻ മനസ്സുണ്ടെങ്കിൽ, ഏത് പഴകിയ പാവമായിരുന്നാലും ഏത് പഴകിയ ജീവിത സാഹചര്യമായിരുന്നാലും കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാമെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുവാൻ, വിടുവിക്കുവാൻ സർവശക്തനാണ്. നീ വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ സന്നിധിയിൽ ഇറങ്ങി വരുന്ന കർത്താവാണ്. ഏത് സാഹചര്യത്തിലിരുന്നാലും. യോഹന്നാൻ 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കാം. യോഹന്നാൻ അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. യോഹന്നാൻ 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. കണ്ടോ, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, കർത്താവ് ലോകത്തെ ജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടവും ഈ കണ്ണുനീരും ഹല്ലേലൂയ നമുക്ക് വലുതായിട്ട് തോന്നരുത്. അതൊക്കെയും ക്രിസ്തു നിമിത്തം കർത്താവ് അങ്ങേക്കൊണ്ട് മാറ്റും. ഈ കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും കർത്താവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല, കർത്താവിൽ നിന്ന് ഞാൻ അകന്നു പോകത്തില്ല എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കുവാനും പുറത്തു കൊണ്ടുവരുവാനും കർത്താവ് സർവശക്തനാണ്. പ്രിയരെ, ഒത്തിരി വചനങ്ങൾ ഞാൻ പറയുവാനിട വന്നു. ഇവിടെ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പ്രശ്നങ്ങൾ നേരിടുമ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോഴും എത്ര വലിയ ഹല്ലേലൂയ പാപമാണ് നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിലും, പ്രശ്നം കിടപ്പുണ്ടെങ്കിൽ, എത്ര പഴകിയ പ്രശ്നമാണ് കിടപ്പുണ്ടെങ്കിലും, ഇന്ന് ക്രിസ്തുവെന്ന തീയിൽ കുടഞ്ഞു കളയുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിക്കുവാൻ,
പൈശാചിക മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തു ഹല്ലേലൂയ അതിൻ്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഞാൻ ഇങ്ങനെ റീല് കാണുവാനിട വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കാലിൽ സാത്താൻ ചങ്ങലകളാൽ ചുറ്റി ബന്ധിച്ചു വെച്ചിരിക്കുന്ന അനുഭവം. അവൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പറ്റുന്നില്ല, അവൾക്ക് മുന്നിലോട്ട് നടന്നു പോകുവാൻ പറ്റുന്നില്ല. അവൾക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വചനം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തെ കൂടുതലായിട്ട് കാണണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾ ബൈബിൾ എടുക്കുമ്പോഴും അവൾ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോഴും സാത്താൻ ആ ചങ്ങലകളെ പിടിച്ച് പിന്നിലോട്ട് വലിക്കുന്നൊരു അനുഭവം. അപ്പോൾ പിന്നിലോട്ട് വലിച്ച് ഒരിക്കലും മുന്നിലോട്ട് കടക്കുവാൻ പറ്റാത്ത നിലവാരത്തിൽ, ഒരു പടി പോലും മുകളിലോട്ട് കയറുവാൻ പറ്റാത്ത നിലവാരത്തിൽ, ഒരു പടി കാലെടുത്ത് വെക്കുമ്പോൾ 4 പടി പിറകിലോട്ട് വലിക്കുന്നൊരു അനുഭവമായിരുന്നു. പക്ഷേ എന്നിട്ടും അവൾ ഒരു നാൾ കർത്താവിൻ്റെ മുൻപാകെ മുട്ടുമടക്കി, കർത്താവ് അങ്ങനെ ഒന്ന് വിടുവിക്കണമേ. അവൾ പ്രാർത്ഥിച്ചൊരു കാര്യം, കർത്താവിനെ ഒന്ന് വിടുവിക്കണമേ. ആ ഒരു പ്രാർത്ഥനയിൽ കർത്താവ് അവളുടെ അടുക്കൽ ഇറങ്ങുവാനും ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് അവളെ സ്വാതന്ത്ര്യത്തിലോട്ട് നടത്തി. ആ ഒരു റീലിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ചർച്ചിൽ ഒത്തിരി വ്യക്തികൾ വരുന്നുണ്ട്, 100-ലകത്ത് വ്യക്തികൾ നമ്മുടെ സഭയിൽ വരുന്നുണ്ട്. ഇവരൊക്കെയും ഹല്ലേലൂയ പലവിധമായ പ്രശ്നത്തിൽ കൂടെ പോകുന്നവരാണ്. പലപ്പോഴും നേരത്തെ പ്രസംഗിക്കുവാനിട വന്നു. ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്നവരാണ്, കർത്താവിനെ സ്തുതിക്കുന്നവരാണ്, പക്ഷേ അകത്തൊരു ജീവിതം, പുറത്തൊരു ജീവിതം. ഇന്ന് പകൽക്കാലവും ഇന്ന് ഈ രാത്രി സമയത്തും ആ ഒരു ബന്ധനത്തിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ, മുന്നിലോട്ട് പോകുവാൻ പറ്റാത്ത നിലവാരത്തിൽ ശത്രു പിറകിലോട്ട് വലിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ കരങ്ങൾ വിട്ടുകൊടുത്ത് അപ്പായനൊന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബന്ധനങ്ങളെ പൊട്ടിച്ച് ഹല്ലേലൂയ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലോട്ട് നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കർത്താവ് നമ്മളെ വിടുവിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി നമ്മൾ ബന്ധനങ്ങളെ പൊട്ടിച്ച് ക്രിസ്തു പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ഈ രാത്രി ചിലതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയൊരു ശക്തി പ്രാപിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ചിലതിനെ ഉടച്ചു മാറ്റിക്കൊണ്ട് അധികം ഉയരത്തിലോട്ട് പറക്കുവാൻ കർത്താവ് ശക്തി പകരുന്ന രാത്രിയാണ്.